ഇന്ത്യയിലെ 140 കോടി ആളുകളെയും ഉൾക്കൊള്ളുന്നതാണോ? ആ രാഷ്ട്രീയ ആശയം സാധ്യത പ്രായമാക്കാനാണ് ഞങ്ങൾ പോരാടുക. അല്ലാണ്ട് ഇന്ന ചെയർമാൻ ആക്കിയില്ല, എന്നെ MLA ആക്കിയില്ല, ഇന്ന നടപടി എടുത്തു, ഇന്ന നുള്ളി, ഇന്ന മാന്തി, ഇന്ന പിച്ചി എന്നൊക്കെ പറഞ്ഞ് പാർട്ടി മാറി അവന്റെ ആസനത്തിൽ കിട്ടുന്ന സൗകര്യങ്ങൾ ഉപയോഗപ്പെടുത്തി കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ നെഞ്ചത്തേക്ക് കുതിര കയറില്ല. നോക്കൂ, ഞാൻ ഗോകുൽദാസ് എങ്ങനെയാ നിങ്ങളുടെ മുമ്പിൽ ഇവിടെ വന്ന് പ്രസംഗിക്കണേ? എനിക്കെന്തെങ്കിലും പ്രത്യേകത ഉണ്ടോ? CPIM എന്ന പ്രസ്ഥാനം തന്ന ഒരു അംഗീകാരമാണോ ഈ നാട്ടിലെ ജനങ്ങൾ തന്ന അംഗീകാരം? ജില്ലാ കമ്മിറ്റി അംഗം എല്ലാരും അങ്ങനെയാണ്. പിണറായി വിജയൻ അങ്ങനെയാണ്, MA ബേബി അങ്ങനെയാണ്. വ്യക്തിപരമായ ഒരു സവിശേഷതയില്ല. CPIM എന്ന് പറയുന്നത് രാജ്യത്തെ ജനങ്ങളുടെ സമരായുധാണ്, പാവപ്പെട്ട മനുഷ്യന്റെ സമരായുധാണ്. നിസാർ സെക്രട്ടറിയായ ലോക്കൽ കമ്മിറ്റി എന്ന് പറഞ്ഞാൽ ഈ നാട്ടിലെ കർഷക തൊഴിലാളികളുടെ കർഷകരുടെ സമരായുധാണ്. അതിന്റെ കാര്യസ്ഥന്മാര് കൂലിക്കാരാണ് ലോക്കൽ കമ്മിറ്റി, നാട്ടുകാരുടെ കൂലിക്കാരാണ് ഏരിയ കമ്മിറ്റി, നാട്ടുകാരുടെ സേവകരും കൂലിക്കാരുമാണ് ജില്ലാ കമ്മിറ്റി, സംസ്ഥാന കമ്മിറ്റി, കേന്ദ്ര കമ്മിറ്റി. ഇതൊക്കെ അതാണ് സാധാരണ മനുഷ്യന്റെ. പക്ഷേ ആ മഹാപ്രസ്ഥാനം നമ്മളെ വളർത്തും, വാനോളം വളർത്തും. വന്നിറങ്ങുമ്പോ സഖാവേന്ന് വിളിക്കും, ചായ വാങ്ങിത്തരും, പ്രസംഗിക്കാൻ വേദിയൊരുക്കും, ഡയസ് തരും, സ്വാഗതം പറയും. ഇവിടെ പറഞ്ഞല്ലോ നന്നായി പ്രസംഗിക്കും, ഒരുപാട് ആള് നന്നായി പ്രസംഗിക്കണവരുണ്ട്. പക്ഷെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അനുവദിച്ചു തരണതാണ്, ഇടതുപക്ഷം അനുവദിച്ചു തരുന്നതാണ്. ആ ഇടതുപക്ഷം ഒരമ്മ കുഞ്ഞിനെ നോക്കണ പോലെ കേട്ടോ സഖാക്കളെ നോക്കുക. ഒരമ്മയുടെ ഗർഭത്തിൽ കുഞ്ഞിന്റെ ബീജം വരുമ്പോ അമ്മക്കറിയാം, 3 മാസം കഴിയുമ്പോ അതിന് ചലനം വെക്കും, കൈകാലളകും. അന്നോട്ട് അമ്മ സ്വപ്നത്തിലാണ് എന്റെ കുഞ്ഞെങ്ങനെയാണ്, കറുത്തതാണോ, വെളുത്തതാണോ, ചുവന്നതാണോ, ചുരുണ്ട മുടിയാണോ, കണ്ണും കാതും എല്ലാം ഉണ്ടാവണേ, മൂക്കുണ്ടാവണേ, ലക്ഷണമൊത്തതാവണേ, ആൺകുട്ടിയാവണേ, പെൺകുട്ടിയാവണേ, നേർച്ചയും ഒക്കെ ആയിട്ട് കിടക്കുകയാണ് ഒരു കൊല്ലം. അവസാനം പ്രായമാവുമ്പോ, പക്വമാവുമ്പോ, ശരീരം വളർന്ന് കുട്ടി പുറത്തു വരുമ്പോ ജീവൻ പോകുന്ന വേദനയിലും കുട്ടിയുടെ കരച്ചിൽ കേട്ടുമ്പോ അമ്മ ചിരിക്കും. കുട്ടി കരയും, ജീവൻ പോകുമ്പോ അമ്മ ചിരിക്കും. മകന്റെ കരച്ചിൽ, മകളുടെ കരച്ചിൽ കേട്ടാൽ പിന്നെ അതിനെ കൊഞ്ചിച്ച് ലാളിച്ച് കൈ വളരുന്നോ കാല് വളരുന്നോ നോക്കി വളർത്തിയെടുക്കും. അങ്ങനെയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി അതിന്റെ കാഡർമാരെ വളർത്തിയെടുക്കുക. നാട്ടിൽ ആരുമല്ലാതെ നടന്നിരുന്ന ആളുകൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ ചേരുമ്പോ ആ പാർട്ടിയുടെ നേതാക്കളായി, ജനകീയ അംഗീകാരമുള്ള ആളുകളായി, അവർക്ക് പദവികൾ കൊടുത്ത് അംഗീകാരം കൊടുത്ത് വളർന്നു വരും. രാഷ്ട്രീയം പഠിപ്പിക്കും, ചരിത്രം പഠിപ്പിക്കും, പ്രത്യയശാസ്ത്രം പഠിപ്പിക്കും, സാമ്പത്തിക ശാസ്ത്രം പഠിപ്പിക്കും, സംഘടനാ തത്വങ്ങൾ പഠിപ്പിക്കും, നിങ്ങൾ എന്തിനു വേണ്ടി സമർപ്പിക്കണമെന്ന് പഠിപ്പിക്കും. അങ്ങനെ പഠിപ്പിച്ചു പൊരുതി ആണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആളുകളെ വളർത്തുക. അങ്ങനെ 50 കൊല്ലക്കാലം നിങ്ങൾക്ക് മുലപ്പാല് തന്ന്, നിങ്ങൾക്ക് ചോറൂട്ടി, നിങ്ങളുടെ കൈ വളരുന്നോ കാല് വളരുന്നോ എന്ന് നോക്കി, നിങ്ങൾക്ക് എന്തെങ്കിലും പ്രയാസം വരുമ്പോ ചുറ്റും നിന്ന്, നിങ്ങൾ വരുമ്പോ മുദ്രാവാക്യം വിളിച്ച്, നിങ്ങൾ വരുമ്പോ ഇൻകുലാബ് വിളിച്ച്, നിങ്ങൾ വരുമ്പോ നല്ല ചായ കൊടുത്ത്, ശകാവിലിരിക്കാൻ ഇരിപ്പിടം കൊടുത്ത് നിങ്ങളെ പരിചരിച്ച ആളുകളെയാണ് 50 കൊല്ലം കഴിഞ്ഞ് ഒരു ദിവസം ഇറങ്ങിപ്പോയി നിങ്ങൾ കാർക്കിച്ചു തുപ്പുന്നത്. അതിനുള്ള അന്തസ്സേ നിങ്ങൾക്കുള്ളൂ എന്ന് നിങ്ങൾ മനസ്സിലാക്കിയേ മതി. അതിനുള്ള സംസ്കാരമേ ഉള്ളൂ.